ആലുവ തട്ടിക്കൊണ്ടുപോകലിൽ 2 പേർ കസ്റ്റഡിയിൽ. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ ഏർപ്പാടാക്കി നൽകിയവരാണ് പിടിയിലായത്. അഞ്ചൽ സ്വദേശിക്ക് വേണ്ടിയാണ് കാർ വാടകയ്ക്ക് എടുത്തു കൊടുത്തത് എന്ന പത്തനംതിട്ട എയർ ക്യാമ്പിലെ പോലീസുകാരന്റെ മൊഴി. തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. വിവരങ്ങളുമായി ബിന്നിൽ ചേരുന്നു. ബിന്നിൽ, ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക പ്രശ്നങ്ങളാണെന്നാണോ പറയുന്നത്? ശരിക്കുള്ള കാരണം എന്താണെന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ നമുക്ക്? മോത്തി, ഇപ്പോഴും കാരണം അജ്ഞാതമാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വെളിവാകാനുണ്ട് എന്നതാണ് ഇതിന്റെ വസ്തുത. കാരണം ഈ തട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന 3 പേർ, ഒരാളല്ല 3 പേരെയാണ് തട്ടിക്കൊണ്ടുപോയതായി ഇപ്പോൾ പറയപ്പെടുന്നത്. ആ 3 പേരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഓട്ടോ ഡ്രൈവർ, ഇത് ദൃക്സാക്ഷിയായിരുന്ന വ്യക്തി, അദ്ദേഹം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസിന്റെ അന്വേഷണവും കാർ കസ്റ്റഡിയിലെടുക്കൽ വരെ എത്തി നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്നവർ ആരാണ്, അവരെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ തട്ടിക്കൊണ്ടുപോയ 7 അംഗ സംഘം, അവർ കാർ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. അവരെ കണ്ടെത്താനുണ്ട്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഈ കാർ ഏർപ്പാടാക്കി നൽകിയ 2 പേരാണ്. അവരെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നു. അതിൽ നിന്നാണ് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇതിന് പിന്നിൽ എന്നൊരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരാനുണ്ട്. എന്തായാലും ഒരു പ്രൊഫഷണൽ സംഘമല്ല ഇതിന് പിന്നിലെന്ന് പോലീസ് ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. കാരണം ഇവർ ഉപയോഗിച്ച വാഹനം, ഈ വാഹനത്തിൽ നിന്ന് എന്ന് തന്നെ പോലീസിന് ഇവർ പോകുന്ന റൂട്ട് ഏതാണെന്ന് കൃത്യമായി മനസ്സിലായി. അതിനുശേഷം ഇവർ ഗൂഗിൾ പേ ചെയ്താണ് പല സ്ഥലത്തും ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്തു, ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഇവർക്കെതിരായ തെളിവുകൾ ഈ പ്രതികൾ തന്നെ എന്തായാലും സൃഷ്ടിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട്. അന്വേഷണം ഇന്ന് വൈകിട്ടോടുകൂടി ഒരു കൃത്യമായ ഒരു ദിശയിലേക്ക് എത്തും എന്നതാണ് എറണാകുളം റൂറൽ പോലീസ് നൽകുന്ന വിവരം. ശരി ബിനിൽ.